വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ ഗുരുതര തൊഴിലാളി വിരുദ്ധതയെന്ന് ആക്ഷേപം. ടെർമിനൽ നടത്തിപ്പുകാരായ DP വേൾഡിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ഡ്രൈവർമാർ. ഹൃദയാഘാതമുണ്ടായ ഡ്രൈവറെ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നാണ് കമ്പനിക്കെതിരെ ഉയരുന്ന ആരോപണം. തൃശൂർ സ്വദേശിയായ ഡ്രൈവർ ബിജു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അലി അക്ബർ ഷാ സംഭവസ്ഥലത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. അലി അക്ബർ ഷാ, ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അതൊരു തൊഴിലാളി വിരുദ്ധത ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. നമുക്ക് അവിടെ എത്തുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ്? തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഈ പറഞ്ഞതുപോലെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനകത്തെ ഒരു ഡ്രൈവർക്ക് ഈ ഹൃദയാഘാതം ഉണ്ടാകുന്നത്, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. ഈ വ്യക്തിയെ 1 മണിക്കൂറോളം ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഈ ടെർമിനലിന്റെ നിലവിലെ നടത്തിപ്പുകാരായിട്ടുള്ള DP വേൾഡ് നിരുത്തരവാദപരമായ സമീപനം കാണിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ തൊഴിലാളി വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തൃശൂർ സ്വദേശിയായ ഡ്രൈവർ ബിജു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് മറ്റ് ഡ്രൈവർമാരെത്തിയാണ് ബിജുവിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിരിക്കുന്നത്, എറണാകുളം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന ബിജുവിനെ അടിയന്തരമായി ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതാണ്. ECGയിൽ വേരിയേഷൻ ഉണ്ടായ ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളുള്ള ഒരു വ്യക്തിയെ എന്ത് കാരണത്താൽ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ബിജു ആണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് ഇന്നലെ സംഭവിച്ചത് ചേട്ടാ? ഇന്നലെ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോർട്ടിൽ സാധാരണ ലോഡ് എടുക്കാൻ പറഞ്ഞ മാതിരി പോർട്ടിൽ കയറി ലോഡ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് എനിക്ക് കണ്ടെയ്നർ കിട്ടണു. ആ കിട്ടിയ നേരത്തെ പെട്ടെന്ന് ഫുള്ളാകെ വിശർത്ത് അപ്പോഴേക്കും ഭയങ്കരമായിട്ട് നെഞ്ഞിട്ട് അടി തുടങ്ങി. എനിക്ക് ശ്വാസം കിട്ടണില്ല, വർത്താനം പറയാനും പറ്റുന്നില്ല, ഭയങ്കര ഷിവറിങ്. ആ കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ തന്നെ ഈ സൈഡൊക്കെ മൊത്തം ഫുള്ള് തരിച്ചു. ഈ ഫോൺ എടുത്തിട്ട് ആരോടും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ രണ്ടാളെ വിളിച്ചപ്പോഴും അവരവിടെ ഇല്ല. അപ്പം എങ്ങനെയും ഇവരോട് പറഞ്ഞിട്ട് ഇതാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ നേരത്തെ അവരുടെ സെല്ലിൽ ഞാൻ വിളിച്ചു. ഒരു എമർജൻസി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നമ്പറിൽ ഞാൻ വിളിച്ച നേരത്ത് അതിലേക്ക് കോള് ബിസിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് ER-ൻ്റെ അവിടുത്തെ ക്യാബിൻ പബ്ലിക് ഗേറ്റിൻ്റെ അവിടേക്ക് എത്താമെന്ന് വെച്ച് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് എത്തി. എനിക്ക് പറ്റണില്ല. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ട്, ഫുള്ളായിട്ട് തണുത്ത ഐസുമാരി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്യാബിനിലിരിക്കുന്നോട് പറഞ്ഞു, എനിക്ക് തീരെ പറ്റണില്ല, ER-അടിക്കേണ്ട, ആദ്യം ആളെന്നെ വിളിക്കാൻ പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ വിളിച്ച് അവരുടെ ഓഫീസർ വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആംബുലൻസിൽ അവരുടെ എമർജൻസി ആയിട്ട് ചെയ്യണ ഫസ്റ്റ് എയ്ഡ് തരാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പ്രഷർ നോക്കി അതുമാതിരി ഇപ്പോൾ ഈ കൊറോണ കാലത്ത് പിള്ളേർക്ക് ഓക്സിജൻ്റെ അളവ് നോക്കണ ഒരു സാധനം കൈമിട്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്കാണ് നേരത്താണെങ്കിൽ കംപ്ലീറ്റ് തണുത്തിട്ട് വർത്താനം പറയാൻ പറ്റുന്നില്ല, ഫോണും ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ DP വേൾഡിലത്തെ സാർമാർക്ക് തന്നെ ഫോൺ കൊടുത്തിട്ട് നമ്പർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൽ ഇവരൊന്ന് വിളിക്കാൻ പറയുകയാണ് ചെയ്തത്. ഈ ആംബുലൻസ് ഉണ്ടായിട്ട് ഇവർക്ക് ആശുപത്രിയിൽ എന്തുകൊണ്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല? ആശുപത്രി ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞു. ഇവരിത് നോക്കി കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം നോക്കിയിട്ട് ഇവർ ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ നേരം ആകുമ്പോഴേക്കും ഇവിടെ ഒന്ന് ആകെ തരിച്ചിട്ട് എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴും വർത്താനം പറയുമ്പോൾ കുഞ്ഞി പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഹോസ്പിറ്റലിൽ പോകണം, ഇവിടെ നിന്നിട്ട് നമുക്ക് പ്രഷർ നോർമൽ ഇത് നോക്കിയിട്ട് കാര്യമില്ല, അത് എന്താണെന്നുള്ളത് അറിയണ്ട, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് വരുത്തിക്കുകയെന്ന് പറഞ്ഞു. വിളിച്ച് വരുത്തിക്കുക. എൻ്റെ വീട് തൃശ്ശൂരാണ്. പിന്നെ ഇവിടെ നമ്മൾ എല്ലാവരും പല സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. ഇവിടെ പലവരും വന്ന് എല്ലാവരും പണിയില്ലാത്തവർ ഒക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. അല്ല, അതായത് ഈ ടെർമിനലിനകത്തുന്ന ഒരാൾക്ക് അപകടം പറ്റിയാൽ ബന്ധുക്കളുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോകുള്ളൂ എന്നാണ് അവർ പറഞ്ഞ നിലപാട്. അതിപ്പോൾ അവരങ്ങനെയാണ് സംസാരിച്ചത്. ആരെങ്കിലും വന്നാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തിക്കും. അതിന് പിന്നെ എൻ്റെ കൂട്ടുകാരൻ തന്നെ രഞ്ജിത്ത് വന്നു. രഞ്ജിത്തിനെ വിളിച്ചു. അപ്പോൾ രഞ്ജിത്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോട് പറഞ്ഞു, നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും അവ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് കയറിയിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നിൽക്കാനുള്ള. കമ്പനി എന്താണ് പറയുന്നത്? DP വേൾഡ് എന്താണ് പറയുന്നത്? ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നല്ലേ അലി? അതിൽ എന്താണ് ഈ DP വേൾഡിന് അവരുടെ നടത്തിപ്പുകാർക്ക് പറയാനുള്ളത്? തീർച്ചയായും സുജിയ, ഇത് ബിജു ആണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ നിൽക്കുന്നവരെല്ലാം ഇവിടുത്തെ ജീവനക്കാരാണ്, ഡ്രൈവർമാരാണ്. ഇവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ഇതുപോലുള്ള കഥകൾ തന്നെയാണ്. ചേട്ടാ, ഇത് സ്ഥിരമാണ് ഇവിടെ. ഇതിപ്പോൾ ഇതിന് മുമ്പും നമ്മുടെ ഒരു സുഹൃത്തിന് ഷാനു ഒരാൾക്ക് ഒരു ഇത് പറ്റിയിട്ട് പുറത്തുനിന്ന് പോലീസ് വന്നിട്ടുമാണ് അവരെ കൊണ്ടുപോകേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് സംസാരിച്ചോളൂ ആളുടെ. ഇത് ഒരു 5-6 മാസം മുന്നേ ഇതുപോലെ ഞാൻ പോർട്ടിൽ ലോഡ് എടുക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോൾ രാത്രി ഇവർ ട്രെയിനീസിനെ വെച്ചാണ് ഇത് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു ദിവസം കണ്ടെയ്നർ വന്ന വണ്ടിയിൽ ബാക്കിൽ സ്കൾട്ടറിൽ ചാടവും
ഭയങ്കര ഇത്ര ഹൈറ്റിൽ നിന്ന് സ്കട്ടലിലേക്ക് കൊണ്ട് വേഗം കൊണ്ട് ഇട്ടു വരും. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമായിരുന്നു. വേഗം ഇതൊന്ന് ചാടിയ ആഘാതത്തിൽ പൊങ്ങിപ്പോയി തല പേടിച്ച് പെടലിയും ഇതൊക്കെ ആകെ ബുദ്ധിമുട്ടായി. അന്നും ഇതുപോലെ തന്നെയാണ് ഓഫീസർമാർ ബിഹേവ് ചെയ്തത്. ഞാൻ ഹോസ്പിറ്റലിൽ പോണ കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവർ ഒന്നും മൈൻഡ് ചെയ്തില്ല നമ്മളെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് മുളകാട് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എസ്ഐനെ വിളിച്ച് പറഞ്ഞിട്ട് അവർ വരും ചെയ്തത്. അതായത് പോലീസുകാർ വന്നിട്ടാണ് അവിടെ പരിക്ക് പറ്റിയൊരു തൊഴിലാളിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അത് പോലീസുകാർ വന്നു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പുറത്ത് പോയി ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഹോസ്പിറ്റലിൽ പോയത്. സുജിയ, ഇവരെല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്. ഗുരുതരമായ തൊഴിലാളി വിരുദ്ധതയാണ് ഡി പി വേൾഡിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലുള്ളവരെ കൂടി ബന്ധപ്പെടൂ അലി അക്ബർ ഷാ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? തൊഴിലാളികളോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? കൃത്യമായ സംവിധാനങ്ങൾ. ഒരാൾക്ക് ഒരു അത്യാഹിതം ഉണ്ടായാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നത് ആ തൊഴിലുടമയുടെ, തൊഴിൽ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ എന്നതുകൂടി അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ രീതിയിലാണ് തൊഴിലാളികളോട് പെരുമാറുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന നിയമപരമായ സാഹചര്യം തന്നെ ഉണ്ട് എന്നതുകൂടി മനസ്സിലാക്കി അവർ ഉണർന്ന് പ്രവർത്തിക്കുമോ എന്ന് നമുക്കറിയാം. ഈ വിഷയത്തിൽ എന്താണ് അവരുടെ പ്രതികരണം എന്നുകൂടി നോക്കൂ അലി അക്ബർ ഷാ. എന്തൊക്കെയാണല്ലേ നമ്മുടെ ചുറ്റും നടക്കുന്നത്? ഒരുപാട് സംഭവങ്ങൾ, നീതി കിട്ടാത്ത, നീതി നിഷേധത്തിന്റെ കാഴ്ചകൾ. ആ കാഴ്ചകളിൽ ഇടപെടാൻ പറ്റുന്നവയിൽ നമ്മളെല്ലാവരും ഇടപെടുക തന്നെ വേണം. കാരണം നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനും നമ്മളെ പോലെ തന്നെ അവകാശങ്ങളുള്ളവരാണ്.